നമസ്കാരം, ഞാൻ ഗായത്രി. ഞാൻ ഹൈദരാബാദ് സെറ്റിൽഡ് ആണ്. കല്യാണം കഴിച്ചവിടെ പോയതാണ്. സോ അവിടെ ചെന്നിട്ട് എനിക്ക് ഗൈനക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ലൈക്ക് എക്ടോപിക് പ്രഗ്നൻസി പോലത്തെ ഇഷ്യൂസ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഗൈനക്സ് ഒക്കെ ഒരു 4-5 പേര് മാറി മാറി നോക്കി അവർ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. യൂട്രസ് എടുത്ത് കളയണം, അഡോപ്ഷൻ മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ നമ്മളവിടെ വളരെ ടെൻഷൻ അടിച്ചിട്ടാണ് അവിടുത്തെ ഒരു സീനിയർ ഗൈനക്ക് ഡോക്ടർ അശ്വിനി അനത്തിനെ കാണാൻ പോയത്. സോ മാം നോക്കിയിട്ട് പറഞ്ഞു, മാമിന് കുറച്ച് ഏജ് ആയി, അതുകൊണ്ട് ഇപ്പം മാം ഇങ്ങനത്തെ കേസസ് ഒത്തിരി ഒന്നും ഡീൽ ചെയ്യുന്നില്ല. പക്ഷെ മാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട, കേരളത്തിൽ നിന്നല്ലേ, നേരെ കൊച്ചിനിൽ സൺറൈസ് ഹോസ്പിറ്റലിൽ ഓഫീസറുണ്ട്, അവിടെ പോയി കാണാം, നിങ്ങൾക്ക് വേറെ ഒരു ടെൻഷനും കാണില്ല, നേരെ വന്ന് കണ്ടൂല, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരുമെന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് തന്നെ മാമിൻ്റെ അഡ്വൈസ് അങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ വന്നു. ജസ്റ്റ് കാര്യം പറഞ്ഞത് ഡോക്ടർ ജസ്റ്റ് നോക്കി, ഇത്രയൊന്നും ഇഷ്യൂസ് ഇല്ല, നല്ല ഡീറ്റെയിൽ ആയിട്ട് സ്കാൻ ചെയ്ത് നോക്കി. അവിടെ അത്രയും ഗൈനക്സ് നോക്കിയുണ്ട്, അവിടെ 4 ഗൈനക്സ് സ്റ്റഡി ചെയ്ത റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കി. നല്ല തറുവായിട്ടാണ് സ്കാനൊക്കെ നോക്കിയത്. നേരത്തെ ഉള്ള സ്കാൻ വെച്ചിട്ട് ക്രോസ് റെഫറൻസ് ചെയ്തിട്ടാണ് റേഡിയോളജിസ്റ്റ് നല്ലപോലെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്നതിന് പകുതി പ്രശ്നം പോലും ഇല്ല. അവർ ഇൻഫാക്ട് യൂട്രസ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞ ഒരാവശ്യമില്ലാത്തതായിരുന്നു. നമുക്ക് ഒരു സൈഡിൽ ശരിയാണ് അഡിഷൻസ് ഉണ്ടായിരുന്നു, അതിനപ്പുറത്തോട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ സാറ് നോക്കിയിട്ട് പറഞ്ഞത് വളരെ സിമ്പിളായിട്ടാണ്, നെക്സ്റ്റ് ഡേ വരിക, നമുക്ക് ഇപ്പൊ പ്രീ ഓപ്പ് ചെയ്യാം, നെക്സ്റ്റ് ഡേ വരിക, സർജറി ചെയ്യുക, ഇതെല്ലാം അങ്ങ് റിമൂവ് ചെയ്യുക, അത് കഴിഞ്ഞ് വരിക, പ്രഗ്നന്റ് ആവുക, പോവുക. ഇതാണ് സാർ എളുപ്പത്തിൽ പറഞ്ഞത്. നമുക്കത് കേട്ടപ്പോൾ തന്നെ വളരെ സമാധാനം. നെക്സ്റ്റ് ഡേ തന്നെ സർജറിക്ക് വന്നു. എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആണ്. നമുക്ക് ഒരു പാടും വന്നിട്ടില്ല ഒരു കാര്യത്തിലും. എപ്പോഴും ആൾക്കാർ വന്ന് ചെക്ക് ചെയ്ത്, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഹെൽപ്പിന് വേണ്ടി ഒത്തിരി പേരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാറിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ കോർഡിനേറ്റർ ഉണ്ട്, രഹന, ഇവർക്ക് ഫുൾ ടൈം നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്, നമുക്ക് എല്ലാ സ്റ്റെപ്പിലും കൂടെ നിന്ന്, സിസ്റ്റേഴ്സ് ആണെങ്കിലും അതെ, എല്ലാവരും ഓരോ മിനിറ്റിൽ നമ്മളെ വന്ന് ചെക്ക് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും നല്ലപോലെ ചെയ്തു തന്നു. വളരെ സമാധാനമുണ്ട്. ഇപ്പോഴാണെങ്കിലും ആക്ച്വലി എനിക്ക് ആ ഡിഫറൻസ് അറിയുന്നുണ്ട്, അല്ലാതെ എപ്പോഴും എനിക്ക് എന്തെങ്കിലും പെയിനാണ്. സോ അതിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടുള്ളൂ, എന്നിട്ടല്ലേ എനിക്ക് വളരെ റിലീഫുണ്ട്. സോ ആ ഒരു സന്തോഷം, സമാധാനം, പിന്നെ സംതൃപ്തി, അതിലാണ് ഇവിടെ പോകുന്നത്. സോ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒത്തിരി ഹെൽപ്പായി. താങ്ക് യു.